ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീടുകളിലെ നനവും ചോർച്ചയും. അതിന് ഉള്ള പരിഹാരമെന്ത്? ഭൂരിഭാഗം വീട്ടുകാരുടെയും തീരാത്ത ഒരു പ്രശ്നമാണിത്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ പ്രശ്നം മൂലം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടാവാം. മുദ്ര ഇൻറ്റീരിയേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. നനവും ചോർച്ചയും അതുതന്നെയാണ് വലിയ പ്രശ്നം. ഭിത്തിയിൽ നനവ്, സീലിങ്ങിൽ നനവ്, ഫ്ലോറിൽ നനവ്, എവിടെ നോക്കിയാലും നനവുകൾ മാത്രം. ചില നനവുകൾ മഴക്കാലത്ത് മാത്രം വരുന്നു, മറ്റ് ചിലത് സ്ഥിരമായി ഉണ്ടാകുന്നു. നനവിൻ്റെ ബുദ്ധിമുട്ടുകൾ അനവധിയാണ്. എപ്പോഴും ഈർപ്പമോ വെള്ളമൊലിക്കലോ ഉണ്ടാവാം. ഭിത്തിയിൽ പുട്ടിയും പെയിൻറ്റും ഇളകിപ്പോകും, പോളയായിട്ട് പൊളിഞ്ഞു പോകും, പാളിയായിട്ട് ഇളകിപ്പോകും, അല്ലെങ്കിൽ ചെറിയ ബബിൾസ് പോലെ കുമിളകൾ പോലെ നിൽക്കും. അതിൻ്റെ നടുക്കൊരു പൊട്ടൽ, ഒരു ദ്വാരമുണ്ടാകും. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ വളരെയധികം ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകും. എപ്പോഴും പച്ചയും മഞ്ഞയും കറുപ്പും നിറഞ്ഞ ഒരു നിറമായിരിക്കും നമ്മൾ അത് കാണാൻ സാധിക്കുക. അതുപോലെ ഒരു മോശം സ്മെല്ല് എപ്പോഴും ഉണ്ടാകും. അതുമൂലം നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകൾ, കർട്ടനുകൾ, ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ആൻഡ് ഫിക്ചേഴ്സ് എന്നിവ കേടുപാട് സംഭവിക്കും, നാശം സംഭവിക്കും. ചിലപ്പോൾ വലിയ അപകടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. വയറിംഗ് സംബന്ധമായ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സീലിങ്ങിനാണ് ചോർച്ചയെങ്കിൽ, ഫോൾ സീലിംഗ് ജിപ്സം ആണെങ്കിൽ ആ ജിപ്സം ബോർഡ് തന്നെ നിങ്ങൾക്ക് അറിയാം, അവിടെ കളർ വ്യത്യാസം വന്ന് മഞ്ഞയും ഗ്രേ കളറും ഒക്കെയായി അവിടെ വീർത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റുകളും വയറിങ്ങിനും എല്ലാം വലിയ അപകടങ്ങൾ സംഭവിക്കുകയും നശിച്ചു പോവുകയും ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരുവാനും സാധ്യതയുണ്ടാവും. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഓടിട്ട വീടുകളിൽ ചോർച്ച സ്വാഭാവികമാണ്. റൂഫ് സ്ലാബ് കോൺക്രീറ്റ് സമയത്ത് വാട്ടർ ലെവലിൽ വന്ന വ്യത്യാസം, അല്ലെങ്കിൽ പ്രോപ്പറായി പ്ലാസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ട് നനവും അല്ലെങ്കിൽ വെള്ളം തുള്ളിയായിട്ട് താഴേക്ക് വരാം. ടെറസിൽ വെള്ളം കെട്ടിക്കിടന്നാൽ ടെറസിലെ വിള്ളലുകൾ, അതിലൂടെ വെള്ളം വരാൻ സാധ്യതയുണ്ട്. ഈ ടെറസിലെ വിള്ളലുകളോ ചെറിയ ദ്വാരങ്ങളോ ഉണ്ടെങ്കിൽ അതിലൂടെ വെള്ളം വന്ന് ആ സ്ലാബിൻ്റെ കമ്പികൾക്കുള്ളിലേക്ക് കയറുകയും കമ്പികൾ തുരുമ്പ് പിടിച്ച് ബലക്ഷയം സംഭവിച്ച് അപകടം വരുവാൻ വളരെയധികം സാധ്യതയുണ്ട്. പ്ലംബിങ് ഒലിക്കുന്നതാകാം മറ്റൊരു കാരണം. ഒരുപക്ഷെ ഈ പ്ലംബിങ് ചെയ്ത ഭാഗങ്ങൾ മനസ്സിലാക്കാതെ ആണി വയ്ക്കുകയോ അല്ലെങ്കിൽ സ്ക്രൂ വയ്ക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ദ്വാരങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ പൈപ്പുകളുടെ ജോയിൻറ്റിലുള്ള മിസ്റ്റേക്ക് കൊണ്ട്, പ്രോപ്പറായ രീതിയിൽ ജോയിൻറ്റുകൾ ചെയ്യാത്തതുകൊണ്ട് ചോർന്നൊലിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സാനിറ്ററി ഫിറ്റിങ്സുകളുടെ പ്രശ്നവും അല്ലെങ്കിൽ അതിൻ്റെ ഫിറ്റിങ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ധാരാളമായിട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ട്. ദുർഗന്ധമുള്ള വെള്ളമാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നനവുള്ള സ്ഥലത്ത് ദുർഗന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാം അത് സാനിറ്ററി ഫിറ്റിങ്സിൽ നിന്നുള്ള പ്രശ്നമാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡ്രെയിനേജ് പൈപ്പിലെ ചോർച്ച മൂലവും വാട്ടർ ടാങ്കിലെ വെള്ളം പോകുന്നതും തിരിച്ചു വരുന്നതുമായ പൈപ്പിലെ ചോർച്ച മൂലവും ഒക്കെ നമുക്ക് ഈ നനവും ഈർപ്പവും ഒക്കെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിർമ്മാണ സമയത്ത് മോശമായ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ടെങ്കിലും, അതായത് നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ള ടോയ്ലറ്റുകളിൽ കൃത്യമായ രീതിയിലുള്ള ഫ്ലോറും വോളും വാട്ടർ പ്രൂഫിങ് അതിൻ്റേതായ സമയമെടുത്ത് ചെയ്തിട്ടില്ല എങ്കിലും നനവ് തീർച്ചയായിട്ടും താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാരണം പ്രകൃതിദത്ത ഭൂഗർഭജലത്തിൻ്റെ തോത് ഉയരുന്നതാണ്. കനത്ത മഴക്കാലത്ത് ഈ ഭൂഗർഭജലത്തിൻ്റെ തോത് ഉയരും. അപ്പോഴാണ് നമ്മുടെ വീടുകളിലേക്ക് ഫ്ലോറിൽ നനവ് ഉണ്ടാകുന്നത്. അതിപ്പം എന്ത് ഫ്ലോറിങ് ചെയ്ത് കഴിഞ്ഞാലും, ഗ്രാനൈറ്റ് ആയാലും ടൈലായാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മുകളിലൊരു നനവ് വരുന്നത് ഈ കാരണം കൊണ്ടാണ്. ഇത് വളരെയധികം അപകടം ക്ഷണിച്ച് വരുന്നതാണ്. കുട്ടികളെയും പ്രായമായവരും ഒക്കെ തെന്നി വീഴുവാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. എയർ കണ്ടീഷണറിൻ്റെ പൈപ്പിൻ്റെ ചോർച്ച കൊണ്ട് നമുക്ക് ഈർപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൺഷെയ്ഡുകളുടെ അഭാവം ഇന്നത്തെ വലിയൊരു പ്രശ്നമാണ്. വീടുകൾക്കൊക്കെ സൺഷെയ്ഡുകൾ വളരെ കുറവാണ്. ജനലുകളുടെ മുകളിലെങ്ങാൻ ഒരു പീസ് ചെയ്തെങ്കിലായി. അതുപോലെ കനത്ത വെയിലും മഴയും അടിക്കുന്ന പുറംഭിത്തികൾ, തെക്ക് പടിഞ്ഞാറ് പുറംഭിത്തികളിൽ
ഈ വെയിലിൻ്റെയും മഴയുടെയും ശക്തമായ ആഘാതം മൂലം പ്ലാസ്റ്റിക്കിന് കാലപ്പഴക്കം മൂലവും ഒക്കെ വിള്ളലുകളും പൊട്ടലുകളും ദ്രവിച്ചു പോകലൊക്കെ ഉണ്ടായിട്ട് അതിലൂടെ വെള്ളം അകത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഭിത്തികളിൽ ധാരാളം വിള്ളലുകൾ ഉണ്ടായിരിക്കാം. ആ വിള്ളലുകളിലൂടെയും വെള്ളം അകത്ത് കിടക്കും. നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് ചെയ്ത ഭിത്തികളെല്ലാം ധാരാളം വിള്ളലുകൾ. അത് ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൽ മാത്രമായിരിക്കാം വിള്ളൽ, അല്ലെങ്കിൽ ഭിത്തിയിൽ കൂടി ഉണ്ടായിരിക്കാം. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സാധാരണഗതിയിൽ ആ രീതിയിലും വെള്ളം അകത്ത് വരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇതിനുള്ള പ്രതിവിധികൾ ധാരാളമുണ്ട്. ഇതിൻ്റെ പ്രതിവിധികൾ 100% ഉറപ്പ് പറയാൻ പറ്റുന്നതായിരിക്കില്ല. കാരണം അത് വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ സാങ്കേതികത, അവിടുത്തെ ലൊക്കേഷൻ, മഴയുടെ ലഭ്യത കൂടുതൽ കുറവ്, വെയിലടിക്കുന്നതിൻ്റെ ലഭ്യത കൂടുതൽ കുറവ്, ഇതിനെയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾക്ക് ഇതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഓടിട്ട വീടുകളിൽ പണ്ട് കാലങ്ങളിൽ വർഷാവർഷം ഓട് ഇറക്കി കഴുക്കോലും പട്ടികയും അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും ഓട് വയ്ക്കുമായിരുന്നു. അതിലൂടെ തന്നെ ധാരാളം ചോർച്ച ഒഴിവാക്കാമായിരുന്നു. കാരണം മഴക്കാലം വരുമ്പോൾ ഓടുകളുടെ ഇടയിലൂടെ വെള്ളം വീഴുന്നത് സ്വാഭാവികമായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും നല്ല കാര്യമായിരുന്നു ഈ ഓടിറക്കി വീണ്ടും അത് വെക്കുക എന്നുള്ളത്. മറ്റുള്ള വീടുകളാണെങ്കിൽ, പഴയ ഓടിട്ട മറ്റുള്ള വീടുകളാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കഴുക്കോലിൻ്റെ അടിയിൽ നല്ല പോളിത്തീൻ ഷീറ്റ് മൊത്തത്തിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓടിൻ്റെ ഇടയിലൂടെ വീഴുന്ന വെള്ളം ഈ ഷീറ്റിലേക്ക് വീണിട്ട് അത് പുറത്തേക്ക് പോകുന്ന ഒരു സൗകര്യം ഉണ്ടായിരിക്കും. നമ്മുടെ മരത്തിൻ്റെ മച്ചോ മറ്റ് വീട്ടിലെ ഉപകരണങ്ങൾക്കോ ഒന്നും അപകടം ഉണ്ടാകുകയില്ല. അതുപോലെ കോൺക്രീറ്റ് വീടുകളാണെങ്കിൽ ഈ സ്ലാബുകളിൽ കിടക്കുന്ന ചപ്പ് ചവറുകൾ ദിവസേന നീക്കം ചെയ്യുക. വീടിൻ്റെ മുകളിൽ ഒക്കെ മരത്തിൽ നിന്നൊക്കെ ചപ്പ് ചവറുകളും തെങ്ങുമടലൊക്കെ വീഴാൻ സാധ്യതയുണ്ടാവും. അതെല്ലാം ദിവസേന നീക്കം ചെയ്യുക. സ്ലാബിൽ ചില ടൈലുകളും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നീക്കം ചെയ്തതിന് ശേഷം അവിടെ ആവശ്യത്തിന് സ്ലോപ്പ് കൊടുത്ത് വീണ്ടും പ്ലാസ്റ്റർ ചെയ്ത് ഉപയോഗിക്കണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, വീണ്ടും പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ സ്ലാബും പ്ലാസ്റ്ററും തമ്മിൽ കൃത്യമായിട്ട് ബോണ്ടിങ് ഉണ്ടാകുന്ന ചില മീഡിയേറ്റേഴ്സ് അതിനകത്ത് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സിമൻറ്റ് ബേസ്ഡ് വാട്ടർ പ്രൂഫിംഗ് ഉപയോഗിക്കാം, ഫോം ഷീറ്റ് കോട്ടിങ് ഉപയോഗിക്കാം. പല പെയിൻറ്റ് കമ്പനികൾ ഇറക്കുന്ന പ്രത്യേക ബോണ്ടിങ് സീലൻ്റുകൾ ഉണ്ട്, അത് ഉപയോഗിക്കാം. പുറംചുവരുകളും ടെറസും നന്നായി പരിപാലിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈർപ്പം വരാതിരിക്കാനായിട്ട്. പാരപ്പെറ്റ്, സൺഷെയ്ഡ് ഭിത്തിയും സ്ലാബും ചേരുന്നിടം ഉരുട്ടി തേക്കുക. ഇപ്പോൾ പാരപ്പെറ്റും സ്ലാബും ചേരുന്ന ഭാഗം സാധാരണ പാരപ്പെറ്റിൻ്റെ എല്ലാം സ്ലാബിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എത്രയോ നാളുകൾക്ക് ശേഷമായിരിക്കും അവിടെ പാരപ്പെറ്റ് കിട്ടുക. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പരിക്കൻ വെച്ച് അങ്ങ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവില്ല. ഈ സ്ലാബിൽ വെള്ളം കെട്ടിക്കിടന്നാൽ ഈ പാരപ്പെറ്റിൻ്റെ സ്ലാബിലൂടെ തന്നെ അതിൻ്റെ അടിയിലൂടെ പാരപ്പെറ്റിൻ്റെ അടിയിലൂടെ വെള്ളം വരിക സ്വാഭാവികമാണ്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ ബോണ്ടിങ് മീഡിയേറ്റേഴ്സിനെ വെച്ച് അത് തേച്ച് ആ സൈഡ് ഉരുട്ടിയെടുക്കുക. അതുപോലെ തന്നെ സൺഷെയ്ഡ്, വിൻഡോസിൻ്റെ സൺഷെയ്ഡും അതേ രീതിയിൽ തന്നെ ചെയ്യുന്നത് നന്നായിരിക്കും. എന്നിട്ട് ആ കോർണേഴ്സിലെല്ലാം പാരപ്പെറ്റിൻ്റെ ഫുൾ ഹൈറ്റിലും ബാക്കി സ്ലാബ് മുഴുവനും, ടെറസ് സ്ലാബ് മുഴുവനും വാട്ടർ പ്രൂഫിങ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പുറം ജനലുകൾ, വാതിലുകൾ എന്നിവയ്ക്ക് ഗ്യാപ്പുകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ഭിത്തിയും ഈ കട്ടിളപ്പടിയും തമ്മിൽ, ജനലിൻ്റെ ഫ്രെയിമും തമ്മിൽ ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. അതിലൂടെ വെള്ളം അകത്തേക്ക് വരുന്നത് സ്വാഭാവികമാണ്. അത് ആ മര ഉൽപ്പന്നങ്ങൾ നശിച്ചു പോകുന്നതിനും കാരണമാവും. അതിനു വേണ്ടിയിട്ട് സിലിക്കോൺ ജെല്ലുകളുണ്ട്, ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിലിക്കോൺ ജെല്ലുകൾ ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ വാട്ടർ പ്രൂഫിങ് വരുത്തുവാൻ സാധിക്കും. പിന്നീട് നമ്മൾ ചെയ്യാൻ സാധിക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് വേണ്ട അന്തരീക്ഷ ഊഷ്മാവ് നിലനിർത്തുക, നല്ല കാറ്റും വെളിച്ചവും ഉറപ്പുവരുത്തുക, ഈർപ്പം വരുവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ഈർപ്പം നീക്കം ചെയ്യുക, ഈർപ്പം പ്രതിരോധിക്കുന്ന പെയിൻറ്റ് അടിക്കുക, ബ്രീത്തിങ് ഹോം ആക്കുക. അതായത് കാറ്റും വെളിച്ചവും കടന്നു പോകുന്ന രീതിയിലേക്ക് വീടുകളാക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലീക്ക് പ്രൂഫിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് ധാരാളം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം കമ്പനികൾ അത് ഇറക്കുന്നുണ്ട്. നമ്മൾ ഇഷ്ടംപോലെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ധാരാളം പ്രൊഡക്റ്റുകളും സേവനങ്ങളും ഉണ്ട് നമ്മുടെ വീടിൻ്റെ ലീക്കുകൾ ഒഴിവാക്കുവാനായിട്ട്.
അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ കമ്പനിയുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുകയും അവരുടെ ഗ്യാരണ്ടിയും വാറണ്ടിയും ഉറപ്പ് വരുത്തി മാത്രം ചെയ്യുകയും ചെയ്യുക. 5 വർഷം മുതൽ 20-25 വർഷം വരെയൊക്കെ ഗ്യാരണ്ടി തരുന്ന കമ്പനികളുണ്ട്. അത് വാക്കാൽ മാത്രമല്ലാതെ ഒരു വ്യവസ്ഥയോടുകൂടി എഴുതി മേടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ വലിയ വിപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും പുതിയൊരു വിഷയമായിട്ട് ഞാൻ വരാം. ഞാൻ ഷാജി പി ഡി, കോഴിക്കോട്.